ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ എന്താ പറയുക, ക്ലിയർ ആയിട്ടുള്ള സ്കൈ ഒന്നും അല്ല കേട്ടോ. മഴക്കാറാണ്, വെയിലൊന്നുമില്ല, നല്ല ഇരുടായി കിടക്കുന്നുണ്ട്. കണ്ടു, നല്ല ഇരുടായി കിടക്കുന്നുണ്ട്. രാത്രി പുലർച്ചയ്ക്ക് എപ്പോഴും നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം മഴയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, കിളികളെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയുക, മറ്റേ സംഭവമല്ലേ, എന്തായിരുന്നു, ഉടുമ്പൊക്കെ ഉണ്ട്. വലിയതും ചെറുതും ഏത് വിധത്തിലുള്ളതുണ്ട്. പിന്നെ മുള്ളമ്പന്നി ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതെ, നമ്മുടെ ബച്ചാൻ വന്നു ഗൈസ്. നമ്മുടെ ബച്ചാൻ വന്നു. ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ളൂ, അതിലൂടെ വലിച്ചില്ല. നോക്കൂ മച്ചാനെ, മച്ചാനെ മച്ചാനെ നോക്ക്, ബ്ലോഗ് കണ്ണു തുറന്ന് നോക്കൂ ചേട്ടാ, ചേട്ടാ നല്ല ഉറക്കാട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. ദോശ നമുക്ക് ചൂടണം. പിന്നെ കറി ആയിട്ട് വെക്കുന്നത് കുറേ നേരത്തെ ആലോചനയിൽ ഞങ്ങൾ തീരുമാനിച്ചു സാമ്പാർ വെക്കാമെന്ന്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കി. എനിക്ക് ദോശയും ചട്നിയും ഇഷ്ടമാണ്, ഇഡ്ഡലിയും സാമ്പാറും, എപ്പോഴും അതാണ് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ദോശ ചൂടാം. ദോശയ്ക്ക് കൂട്ടായിട്ട് നമ്മളെ ബാജിക്കറിയാണ് കേട്ടോ. ഒരു കോമ്പിനേഷനും ഇല്ലാത്തൊരു സാധനം, ദോശയും ബാജിക്കറിയും. എനിക്ക് തീരെ ഇഷ്ടമല്ല, എന്നാലും അമ്മ ഉണ്ടാക്കിയ കറി അതാണ് കേട്ടോ. അപ്പം പിന്നെ അത് കഴിക്കാം. പിന്നെ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട്, അല്ല ഒരു 2 മാസമായിട്ട് ഞാനിപ്പോൾ ഈ ഒരു സംഭവം കഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി കഴിക്കണം, വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും. അതേപോലെ തന്നെ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ലിൻസിയാണ്, വിറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇത് കുടിക്കാം നമുക്ക് ഡെയിലി ബേസിസിൽ, രാത്രിയോ രാവിലെയോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറാണ്, നല്ല മധുരം ഉപ്പും എല്ലാം ഉള്ളൊരു സാധനമാണ്. ഇത് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് കറിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പാറാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. മിനിമൽ ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാമ്പാർ. പിന്നെ ഈ വെള്ളരിക്ക് ഭയങ്കര കയ്പ്പായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് അതിൻ്റെ കയ്പ്പ് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം എന്ത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് നമ്മളൊരു എന്താ പറയുക, ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ എടുത്തുള്ള ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3 ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയല്ല, ഒരു കുഞ്ഞ് തക്കാളി ആയത് കാരണേ ഒന്നും അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മുടെ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് ചതച്ചൊക്കെ വെച്ച സാധനങ്ങളില്ലേ, അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിനിമൽ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സാമ്പാർ, പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതിലേക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നില്ല, പൊടി സാമ്പാറാണ്. ചെറിയുള്ളി ഇട്ടിട്ട് വെക്കുന്ന സാമ്പാറില്ലേ, വലിയുള്ളി ഇടാതെ കുഞ്ഞുള്ളി, അത് വെച്ചിട്ടുള്ള സാമ്പാറാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചെയ്ത് കൊടുക്കണം. ഞാനവിടെ കുക്കറിൻ്റെ അകത്ത് പരിപ്പും എന്താ പറയുക, ഉരുളക്കിഴങ്ങും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വെണ്ട 3 നമ്മൾ പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിപ്പൊടി നമുക്കിത് ഏതായാലും രാത്രി വരെയുള്ള കറിയാണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം. പിന്നെ നമ്മുടെ പരിപ്പ്, ഉരുളക്കിഴങ്ങ്, മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിൽ കുറച്ച് ഇടുന്നുള്ളൂ. ഇപ്പോൾ ഇട്ടത് മുളക് പൊടിയാണ്. ഇപ്പോൾ കിട്ടിയ മുളക് പൊടിയില്ലേ, അത് നാടനാണെങ്കിലും കൂടെ അതിന് അത്ര എരിവില്ല.
ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇതിൽ ഞാനൊരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരുപാടില്ല, പൊടിക്ക് മാത്രമാണ് ചേർക്കുന്നത്. കണ്ടോ, ഇത്രയും വെറുതെ പേരിന് ഇട്ടു. ഇത് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് പുളിവെള്ളം മാത്രം ഇതിലേക്ക് ചേർത്തിട്ട് ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുക്കറിൻ്റെ അകത്ത് പരിപ്പും ഉരുളക്കിഴങ്ങും വെള്ളരിയും ഉണ്ട് കേട്ടോ, മറന്നുപോയി. വെള്ളരി നമ്മൾ കയ്പ്പൊക്കെ മാറ്റി കേട്ടോ. വെള്ളരീൻ്റെ കയ്പ്പ് എങ്ങനെയാണ് മാറ്റുകയെന്നറിയോ? തിളച്ച എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഇട്ടിട്ട് മുറിച്ചിട്ട് തൊലിയൊക്കെ പോക്കി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്പ്പ് പോയിക്കോളൂ കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി, ചൂടുള്ള നല്ല ചോറ് വാർത്തൂറ്റിയിട്ടുള്ള നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമില്ലേ, അതിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കയ്പ്പ് പോകുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഉരുളക്കിഴങ്ങ്, വെള്ളരി, പിന്നെ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, എല്ലാ ഐറ്റംസും ഇതിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടതിനോണ്ടാണ് ഞാൻ നമ്മുടെ കറിയിൽ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി നമ്മുടെ തിളച്ച് വരുന്നിട്ടുള്ള ഈ ഒരു പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള മിക്സിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഐറ്റംസ് മൊത്തത്തിൽ അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പുളിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇത് തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ബാക്കിയുള്ള പുളിവെള്ളമാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് രാത്രി വരെയുള്ള കറിയാക്കി എടുക്കാം. ഇത് കട്ടി കൂടും, നമ്മൾ പരിപ്പ് ഇതിലേക്ക് ചേർത്തതിന് കൊണ്ട് തന്നെ കട്ടി കൂടും. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് വേണോ വേണ്ടയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, നമുക്ക് സുലഭമായി കിട്ടുന്ന ഏതെങ്കിലും സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിന് ശേഷം എന്താ, നമ്മൾ ഈ കറിയിലേക്ക് കടുക് വറുത്ത് ഇടുമല്ലോ, അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ടിട്ട് നോർമൽ നമ്മുടെ വറ്റൽമുളക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള സാമ്പാർ, നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടു കേട്ടോ. ഇത് കൊട്ടപ്പടലേൻ്റെ സോപ്പാണ് കേട്ടോ. അച്ഛന് മേല് മൊത്തം ചൊറിച്ചിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സോപ്പ് ഞാൻ കൊടുക്കുക. സോപ്പ് ഞാൻ താങ്കൾക്ക് വിറ്റിരിക്കുന്നു, 40 രൂപ പിടിക്കൂ. അപ്പോൾ 40 രൂപ എന്ന് ഞാൻ അച്ഛന് ഞാൻ വിറ്റതൊന്നല്ല കേട്ടോ, സോപ്പ് ഞാൻ എടുത്തു കൊടുത്തതാണ്. 40 രൂപയ്ക്കാണ് ഞാനത് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന എസെൻഷ്യൽ ഓയിലിനനുസരിച്ചൊക്കെ സോപ്പിന് വിലയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ വെള്ളം പിടിച്ച് വെക്കാനും ഉണ്ട്. ചോറ് നമ്മൾ പുറമേയുള്ള അടുപ്പിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വാർത്തൂറ്റി വെച്ചതാണ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ 10:30-11 മണിക്ക് ചായ കുടിക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഇതിപ്പോൾ ഓട്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓട്സ് നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഫ്ലേവറിനൊരു ചേഞ്ച് ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് 2 ഏലക്ക കുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്സ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇടാം കേട്ടോ. ഞാൻ ശർക്കര ഇട്ടിട്ടാണ് ശരിക്കും ഓട്സ് ഉണ്ടാക്കാറുള്ളത്, പഞ്ചസാര ഉപയോഗിക്കലില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ, ജസ്റ്റ് പാല് മാത്രമേ ഒഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ കഴിച്ചോട്ടെ എന്ന് ഓർത്തു. ഞാനിപ്പോൾ എന്തായാലും ഇതിൽ നമ്മുടെ തേനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. തേൻ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യമോൻ എന്തായാലും പഞ്ചസാര ഇട്ടിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ അവനങ്ങനെ കഴിച്ചോട്ടെ. അമ്മ എങ്ങനെയാണോ അമ്മയ്ക്ക് താല്പര്യമുള്ള മാതിരി അച്ഛന് താല്പര്യമുള്ള മാതിരിയൊക്കെ കഴിക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്ത് പോയതാണ്. അപ്പം അച്ഛൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വരുന്നത് വരെ നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും, ഒരു പ്രതീക്ഷയാണ് എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ള. അപ്പോൾ അച്ഛന് ഇഷ്ടമുള്ള പോലെ കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്കിപ്പോൾ ഓട്സ് ഉണ്ടാക്കിയത് കഴിക്കാം. അതിന് ശേഷം വേണം എനിക്കൊന്ന് പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന സോപ്പാണ്. ഇത് തേങ്ങാപ്പാലും എന്താ പറയുക തെച്ചിപ്പൂവും കൂടി കൂട്ടിയിട്ടുള്ള സോപ്പാണ്. ഇത് ഡാമേജ് ആയിപ്പോയി. ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് അവിടെ ഒന്ന് ചതുങ്ങിപ്പോയി. അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള സാധനം നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കുളിച്ചിട്ട് വരാം. ഹലോ, അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പരിപാടി എന്താ, ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് നടന്നിട്ട് മുടിയൊക്കെ ഒന്ന് ഉണക്കണം. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബോഡി ക്രീമാണ് കേട്ടോ, ബോഡി മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും എനിക്ക് കംപ്ലീറ്റ്ലി ഫുൾ ബോഡിയിൽ ഫേസ് മുതൽ നിങ്ങൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ സംഭവം ഒന്ന് എനിക്ക് ഇട്ട് നോക്കണം, ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുകയാണ്. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ശരീരത്തിൽ പരീക്ഷിച്ചതിന് ശേഷം, അതായത് പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷം മാത്രമേ ഞാൻ യൂട്യൂബിൽ വീഡിയോസായിട്ട് ഇടാറുള്ളൂ. കയ്യിലെടുത്തിട്ടുണ്ടേ കണ്ടോ. അപ്പോൾ ഞാനിത് ട്രയൽ നോക്കുകയാണ് കേട്ടോ. ഇന്നലെ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നും ഞാൻ അപ്ലൈ ചെയ്യാണ്. ഈ ക്രീം ശരിക്കും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇന്നലെ ഞാൻ ഇതിനകത്ത് കുറച്ച് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റിലാണ് ഇട്ടത്. നൈറ്റിൽ ഫുൾ ബോഡിയിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ടെന്നോ അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയി പോയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഈ ക്രീം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ വീഡിയോ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ മുഖത്ത് എന്താണെന്നറിയോ, നമ്മുടെ മുറ്റത്തിട്ടുള്ള ടാർപ്പായില്ലേ മുറ്റത്ത് കെട്ടിയിട്ടുള്ള, അതിൻ്റെ കളറാണ് കേട്ടോ, നീല കളറ്. മുഖത്ത് മൊത്തം വെയിലടിച്ചിട്ട് അതാണ് അങ്ങനത്തെ ഒരു കളറ്. ഇവിടെ ഒരാൾ ഒരു കളി കളിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയി നോക്കാം എന്താണെന്നുള്ളത്. ഇതെന്താടോ അമ്മ, ഇതെന്താ സംഭവം? എന്താ അത്? സീറ്റോ വണ്ടിയാ? എന്താ സംഭവം? എവിടെ ചാരി ഇരിക്കും നോക്കട്ടെ. ഇതെന്തിനാ ഇറുക്കളൊക്കെ, പച്ച ഇറുക്കളൊക്കെ? ചൂലുണ്ടാക്കാനോ? നോക്കട്ടെ എങ്ങനെ വണ്ടി. റെസ്റ്റിംഗ് ഏരിയ. അതൊക്കെ കുതിർന്നതാണ് മഴ കണ്ടിട്ട്. എവിടെയാ കിച്ചൺ? എവിടെയാ? ചിരട്ടയൊക്കെ കൊണ്ടുപോയിനല്ലോ. ഹലോ, ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. കാണിച്ചു തരാം എന്താ സാധനം എന്നുള്ളത്. ആദ്യമേ ഇവിടെ ഇരുന്ന് കളിക്കിരുന്നു കേട്ടോ. അപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, കോഴി കരയുന്നു കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു സാധനം ഉണ്ട്. അതെന്താന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു കൊടുക്കുക. ഇത് അവിടെ ആയിട്ട് വരും, അതിൻ്റെ ഉള്ളിൽ. നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഞാൻ ആദ്യമോ കളിക്കുന്നത് കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടത്. സത്യം പറയുകയാണെങ്കിൽ പേടിച്ച് പോയി. ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് വലിയൊരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് ഉടുമ്പാണ് കേട്ടോ, വലിയ ഉടുമ്പാണ്. നമ്മുടേതൊരു എന്താ പറയുക, സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ മുള്ളൻപന്നി, ഉടുമ്പ്, മയിൽ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വലിയൊരു ഉടുമ്പിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, ഇതിൻ്റെ ചെറിയ മക്കളൊക്കെ. ഇത് അവിടെ മാള ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോഴാണ് ഇവൻ അവിടെ കളിക്കുന്നതല്ലോ. അപ്പോൾ അതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. ഈ കോഴീൻ്റെ കരച്ചിലും കൂടി കേട്ടപ്പോഴേ ഉറപ്പായി അവിടെ എന്തോ ഒന്നുണ്ട് എന്നുള്ള. കിളികളും എല്ലാം കൂടെ ബഹളമായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് മുടി ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ യാദൃശ്ചികമായിട്ട് കണ്ടത്. ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഇത് ഏകദേശം നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറി പോകുന്നുണ്ട്. പിന്നെ ഞാൻ മുടിയൊക്കെ വാരി കെട്ടി. ഞാൻ പിന്നെ അതിനെങ്ങനെയെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ വലിയൊരു മണ്ണ് മാന്തിയിട്ട് കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് കിടക്കാനുള്ള ചാൻസ് ഉള്ളത് കാരണേ
പിന്നെ അതുമല്ല എനിക്കൊരു വീഡിയോയും ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടുന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മാറി കേട്ടോ. നമ്മുടെ മാവാണത്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ അതിൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് തന്നെ പേടി വന്നു. ഞാനിങ്ങനെ സൂം ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് വെച്ചപ്പോൾ അത് കണ്ടോ, അത് സൗണ്ട് ഉണ്ടാക്കി. ഭയങ്കര അതിന് വല്ലാതെ ദേഷ്യം വന്ന് ഭയങ്കര ഒരുമാതിരി ഒരു സൗണ്ട് ഉണ്ടാക്കി. അത് പെട്ടെന്ന് പൊങ്ങിയപ്പോൾ ഞാൻ വീണു. ഞാനോടി. അപ്പോൾ ഞാൻ വീണു. പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടുന്ന് എണീറ്റിട്ട് ഞാൻ വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്തിങ്ങനെ നിന്നു. പിന്നെ അതിന് തന്നെ ഒരു ബുദ്ധിമുട്ടായല്ലോ. പിന്നെ ഞാനതവിടെ വെച്ച് നിർത്തിയിട്ടാ. എങ്ങാനും ഇനി ചാടി മേലേക്ക് വന്ന് വീണാലോ എന്ന് ഓർത്തിട്ട്. ഇത് എന്താ പറയുക, ഉപദ്രവകാരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കണ്ട സ്ഥിതിക്ക് ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങളാരും ഒന്നും ഇതിനെ ചെയ്യാറൊന്നുമില്ല. പിന്നെ അതിനുശേഷം നമ്മളിന്ന് ഉണ്ടാക്കി സാമ്പാർ, പിന്നെ അതേപോലെ ചോറ്. ഇതൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കിയതാണ്. ഭയങ്കര എരിവായിരുന്നു. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ വലിക്കാൻ ആളെ കിട്ടാനില്ല. ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് തേങ്ങ വലിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീട്ടുകാരും അവരെ വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മളെല്ലാവരെയും തെങ്ങിൽ കയറ്റിയിട്ട് തേങ്ങ വലിപ്പിക്കുകയാണ് പതിവ്. പിന്നെ അമ്മ എൻ്റെ തലയിൽ ജസ്റ്റ് ഒന്ന് നോക്കി തന്നിട്ടുണ്ട്. പെയിനൊന്നുമില്ല എന്നാലും. ആദിമോൻ്റെ ചോറും കറിയും വെച്ചുള്ള കളിയാണ് കേട്ടോ. പണ്ട് നമ്മളൊക്കെ കളിക്കുന്ന ആ സെയിം കളികളൊക്കെ തന്നെയാണ് ഇവിടെ അധികം ഉണ്ടാവാറ്. അപ്പോൾ എന്ത് സ്പെഷ്യലാണ് ഉണ്ടാക്കുന്ന കുട്ടി? എന്ത് സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത് പറയൂ. ഉറക്കെ പറയും, കേൾക്കൂല. അല്ലേ തന്നെ ഫോണിന് സൗണ്ട് ഇല്ലേ. ഞാൻ എത്ര ഉറക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കേൾക്കാൻ വലിയ ചാൻസ് കുറവാണ്. എന്താണെന്ന് അറിയൂല. എത്ര ഉറക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കൂല. ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. മൈക്ക് കണക്ട് ചെയ്ത് സംസാരിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ മൈക്കിൻ്റെ കുഴപ്പമാണോ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്ന് ആർക്കറിയാം. എങ്ങനെ നോക്കിയിട്ടും ആ സൗണ്ട് വരുന്നില്ല. എനിക്ക് തോന്നുന്നത് വർക്ക് ചെയ്യാത്ത മൈക്കാണെന്നാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എന്തോ അറിയില്ല. ചോറും കൂട്ടാനും വെച്ച് കളിക്കുകയാണ് കുട്ടികളെ. ചോറും കൂട്ടാനും ഞങ്ങൾ രണ്ടാളും ചോറും കൂട്ടാനും വെച്ച് കളിക്കുകയാണ്. അവനും കുട്ടി, ഞാനും കുട്ടി. പിന്നെ പ്ലാവിൻ്റെയും നമ്മുടെ ഏച്ചിലില്ലേ, ഏച്ചിൽ താളിയാണ് പ്ലാവിൻ്റെ തൊട്ടടുത്തുള്ള. അതിൽ രണ്ടിലും കൂടി ആയിട്ട് നമ്മൾ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഞാനതിൽ അങ്ങനെ ആടലില്ല കേട്ടോ. എനിക്ക് പേടിയാണ്. എന്താ പറയുക, എങ്ങാനും പൊട്ടി വീണാലേ ഞാൻ വീഴുന്നത് എവിടെ അറിയോ, പ്ലാവിൻ്റെ വലിയ വേരില്ലേ, ആ പെയിൻ്റ് അടിച്ചിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, അവിടേക്കാണ് ഞാൻ വീഴുക. അതിനോട് എനിക്ക് പേടിയുള്ളത് കാരണം കണ്ടോ, അതിൻ്റെ ഞാൻ മോനെ ആണെങ്കിൽ ഞാനങ്ങനെ ആട്ടി കൊടുക്കുന്നില്ല. പക്ഷെ അവനങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. അവൻ നല്ല സ്പീഡിലാടും. എനിക്ക് പേടിയാണ് എങ്ങാനും പൊട്ടിപ്പോവോ എന്നുള്ള കാര്യത്തിൽ. പിന്നെ അതിന് ശേഷം മേലൊക്കെ കഴുകി. ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛൻ പുറത്ത് പോയിട്ടുണ്ട്. പുറത്ത് പോയി വരുന്ന വണ്ടിക്ക് കൊണ്ടുവരും. മാസത്തിൽ ഒരു തവണ നമുക്ക് ബീഫും പൊറാട്ടയും മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് വൈകുന്നേരം തന്നെ വൈകുന്നേരത്തെ ചായക്ക് നമ്മൾ കഴിച്ചു കേട്ടോ. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ, വയറ് ഫില്ലാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ ഒരുപാട് ഉപകാരമാണ് എനിക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.